ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോസ് ഇടയ്ക്കൊക്കെ കാണുന്നവർക്ക് അറിയാം. തിങ്കളാഴ്ച എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് തൊടുപുഴയ്ക്ക് പോണ ദിവസമാണ്. ഇന്ന് ഞാൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ടൊന്ന് ലേറ്റ് ആയപ്പം ഒരുങ്ങാൻ വേണ്ടി ടൈമില്ല. അപ്പോൾ കാറി ഇരുന്ന് ഒരുങ്ങുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴും പിന്നെ ഇടയ്ക്കൊക്കെ വാപ്പിച്ച് എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വൈക്കത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ഫാസ്റ്റ് കിട്ടും തൊടുപുഴയ്ക്ക്. അപ്പോൾ അതാണ് സുഖം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വൈക്കത്തുനിന്ന് തൊടുപുഴയ്ക്ക് 2 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ നേരെ അങ്ങോട്ട് വെളുക്കണില്ലായിരുന്നു. തൊടുപുഴ നല്ല എത്തിയിട്ടുണ്ട്. പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു കടയുണ്ട്. ഞാൻ എപ്പോഴും കയറി തൊട്ട് ഫ്രണ്ടിലൊരു ബേക്കറിയാണ്. അവിടെ കയറി ചായയും വടയൊക്കെ കുടിക്കും. അപ്പോൾ ഇവിടെ നല്ല വട കിട്ടും. നമുക്ക് ആ വട കഴിക്കും. നമ്മുടെ വട വന്നിട്ടുണ്ട്. നേരം വെളുക്കണില്ലായിരുന്നു എന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു. രാവിലെ ഞങ്ങളുടെ അവിടെയൊക്കെ ഭയാനക മഴയായിരുന്നു. ഇവിടെ പിന്നെ പറയണ്ടേ. വന്ന് ഞാൻ മുഖമൊക്കെ ബാക്കി മിനുക്കുപണികളെല്ലാം തീർത്തിനി നമുക്ക് കോളേജിലേക്ക് പോവാം. ബാക്കി കോളേജിൽ വെച്ച് കാണിച്ചു പ്ലീസ്. അങ്ങനെ ഫൈനലി ക്ലാസ്സിലെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. കുറച്ച് പിള്ളേരെ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ മിസ് ഇരുന്നുകൊണ്ട് വന്ന പിള്ളേരെ അറ്റൻഡൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോൾ മിസ് അതൊക്കെ കണ്ടക്ട് ചെയ്ത്, കാരണം ബാക്കി പിള്ളേരും കൂടെ വരട്ടെ എന്ന് ഓർത്തിട്ട്. പിന്നെ എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ് എഴുതായിരുന്നു. സുമിയും അമ്മണിയും കൂടെ ഫുഡ് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ദാഹിച്ച് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു സ്ഥിരതയാണ്. അപ്പോൾ അവിടെ പോയിട്ട് വെള്ളം കുടിച്ച് പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, അമ്മണിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും അത് കൊടുത്തേക്കാം. നിങ്ങൾ അവളുടെ യൂട്യൂബ് ചാനലും പോയി ചെക്കൗട്ട് ചെയ്യണം. ഭയങ്കര സൂപ്പറാണ് ഗൈസ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ട് വശം ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഉമ്മിച്ചനോട് പറഞ്ഞു എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കൊറിഡോറിൽ തെല്ലാവല നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേക പരിപാടി. നമുക്കിനി ജ്യൂസ് എന്തെങ്കിലും കുടിക്കാം ഗൈസ്. നമ്മളിത് ക്യാൻറ്റീനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ക്യാൻറ്റീനിലൊക്കെ സൂജു തടയില്ല സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് കയ്യിലോട്ട് കിട്ടി. നല്ല തിരക്കായിരുന്നു. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിൽ കയറിയാണ് മേളിലോട്ട് പോയത്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലിഫ്റ്റൊക്കെ ഓണാക്കി ഇടുന്നുണ്ട്. എന്തിനാണോ ആവോ ഇത് കേട്ടൊന്ന് യോജിച്ച് വരുമ്പോഴത്തേക്ക് അവരതങ്ങ് ഓഫ് ചെയ്തിടും. പിന്നെ തുറക്കത്തില്ല. പിന്നെ മഴ നോക്കിയാൽ പക്ഷേ ഞങ്ങളുടെ ഇവിടെ മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. കാരണം ഫോഗ് ഇറങ്ങും. ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫുള്ളിങ്ങനെ ഫോഗും നല്ല ചില്ല് ക്ലൈമറ്റായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു കേസ്. ചെറുതായിട്ടൊന്ന് ചെളിവെള്ളത്തിൽ വീണായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി കുർത്തയിട്ട് വന്നിരിക്കുകയാണ്. ഇതുവരെ മിസ്സുമാരൊന്നും വരാത്തത് കൊണ്ട് തെറിയൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അടുത്ത അവരിൽ മിസ്സിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. പക്ഷെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അവർ നമ്മളോട് ക്ഷമിക്കുമായിരിക്കും ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി എന്തെങ്കിലും പോയിട്ട് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനായിട്ട്. ഞാൻ രാവിലെ ഉമ്മിച്ചെനിക്ക് ബിരിയാണി പാക്ക് ചെയ്ത് തന്നാൽ അത് ഞാൻ കഴിച്ചു ഗൈസ്. വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞുപോയി. അതാണ് എൻ്റെ ക്ലാസ്. ഇവിടെ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കൾ ലിഫ്റ്റിന് നേരെ ഫ്രണ്ടിൽ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഐഷു ബേക്കറി പോയിട്ട് എന്തെങ്കിലും ചപ്പ് കഴിക്കാം. നമ്മുടെ എപ്പോഴത്തെ യൂഷ്വൽ ഇറച്ചിപ്പത്തിരി ആൻഡ് ചിക്കൻ പപ്സ്. നമുക്ക് ഇറച്ചിപ്പത്തിരി കഴിച്ചു നോക്കാം. ഇപ്പോഴും കഴിക്കണതാണ്, എന്നാലും ഒരു പഞ്ചിന്. അടിപൊളിയാണ്. കെച്ചപ്പ് ഇഷ്ടമല്ല എനിക്ക്. പക്ഷെ കെച്ചപ്പിൻ്റെ ആവശ്യമില്ല, വെറുതെ കഴിക്കാം. അടുത്ത നമുക്ക് പപ്സ് കഴിച്ചു നോക്കാം. ഞാൻ ഈ അടുത്താണ് ഇവരെ പപ്സ് ട്രൈ ചെയ്യുന്നത്.
മുഖത്ത് ഫുള്ള് പപ്സ് കഴിച്ച പൊടിയാവും മുഖത്തിൽ എപ്പോഴും മേടിക്കാറില്ലേ, പക്ഷെ പപ്സ് സൂപ്പറാണ്. അപ്പോൾ ഇത് കഴിച്ച് തീർക്കട്ടെ. ഞാൻ മറ്റേ മാഴ്സിൻ്റെ സിൻഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാട്ടോ യൂസ് ചെയ്തത്. അത് പക്ഷെ പോയിട്ടില്ല കേട്ടോ. അപ്പം അതിനർത്ഥം എന്താ പറയും, അതിനർത്ഥം എന്താ, നല്ല ഡ്യൂറിറ്റി ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, എല്ലാബിലിറ്റിയും ഉണ്ട്. റൂമിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ റൂംമേറ്റ് നോക്കിയേ, ബനാന ചിപ്സ്. ചീറ്റ അതാണ് മെയിൻ. തിന്നോണ്ടേയിരിക്കുക. അയ്യോ, ഞാൻ കോളേജ് വിട്ടിട്ട് വന്ന് കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. കാരണം നമ്മൾ വെളുപ്പിനെ എണ്ണീച്ചാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉറക്കമായിരുന്നു. ഞാൻ ഇപ്പം എണ്ണീച്ചിട്ടേ ഉള്ളൂ. ഞാൻ എപ്പോഴും വീഡിയോയ്ക്കകത്ത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും ഇതേ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യുന്നത്, കുറച്ച് മുന്നേ ഉള്ളത്. അപ്പോൾ അത് ഭയങ്കര നന്നായിട്ടാണ് ഇതൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞ സ്ഥിതിക്ക് കാണിച്ചും കൂടെ തരാമെന്ന് ഓർത്തതേ. മാഴ്സിൻ്റെ ഈ മോഡലാണ് ഈ റേഞ്ചിൽ വരുന്നത്. അതിൽ സിൻഫുൾ ഷെയ്ഡ് 12 അതാട്ടോ യൂസ് ചെയ്തത്. കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് പിന്നെയും മനസ്സിലാവില്ല. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ ചോദിക്കും. അപ്പം എല്ലാവർക്കും കൂടെ കൊടുക്കാൻ ചിലപ്പം ഇതുണ്ടാവില്ല, ആയിക്കൊണ്ടാട്ടോ കാണിച്ചത്. അപ്പം അതാണ് അത്. എനിക്ക് നൈക്കയിൽ ഞാൻ നൈക്കേന്നാട്ടോ എല്ലാം മേടിക്കൽ നൈക്കേന്നാണ്. കാരണം ആമസോണിൽ നിന്ന് ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു തവണ പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഫേക്ക് പ്രൊഡക്റ്റാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഫേക്ക് പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ശോകമാണ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം പെട്ടെന്ന് അത് കാണുമ്പോൾ ഒരു മടുപ്പുണ്ട് മനസ്സിന്. അപ്പോൾ അതിനേക്കാളും നല്ലത് നൈക്ക് ഫുൾ ഗ്യാരണ്ടിയാണ്. പ്ലസ് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് റിട്ടേണും എക്സ്ചേഞ്ചും ഒക്കെ ചെയ്യാം. എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരികയും ചെയ്യും. സോ എല്ലാം ഞാൻ നൈക്കേന്നാണ് മേടിക്കാറ്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് ആകെ ഒരൊറ്റ ലിപ്സ്റ്റിക്കാണ്. അത് മറ്റേ ഡാസ്ലറിൻ്റെ 025 ആ വൈറലായിട്ടുള്ള ഷെയ്ഡില്ല, അതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ആരോ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ആ ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്യുമോയെന്ന്. ആ ഷെയ്ഡ് ഞാൻ നിൽക്കട്ടോ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഞാനത് മേടിച്ചിട്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാനതൊരു തവണ ട്രൈയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഷെയ്ഡ്. എൻ്റെ ഷോർട്സ് തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ അതിൽ ഒരു തവണ ഇട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഷെയ്ഡ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ബിക്കോസ് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ചുണ്ട് കറുത്തിരിക്കും. എനിക്കറിയില്ല എന്തായിരുന്നു അതിൻ്റെ ഹൈപ്പ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. കുറച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല നൈസായിട്ട് ഇരിക്കും. പക്ഷേ പിന്നെ അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ടെക്സ്ചറും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ചുണ്ടിൽ വീണ് കഴിഞ്ഞാൽ തീരെ അതിൻ്റെ മണം അൺബിയറബിളാണ്. അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഇന്ന് ഇട്ട ലിപ്സ്റ്റിക്ക് മറ്റേ മാഴ്സിൻ്റെ ആ ഷെയ്ഡാണ്. അതൊരു ഡാർക്ക് റെഡും ഓറഞ്ചും മെറൂണും ബ്രൗണൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടത്തില്ലേ, ലൈക്ക് വൈറ്റോ ക്രീമോ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മുടെ ഫേസിനും ആ ഡ്രസ്സ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ബൈൻഡ് ചെയ്ത് വെക്കാനായിട്ട് ഏറ്റവും നല്ലത് അതുപോലത്തെ ഷെയ്ഡുകളാണ്. ബ്രൗണും ഓറഞ്ചും മെറൂണും മിക്സ് ആയിട്ടുള്ളത്. മെറൂണേക്കാൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു ക്ലാസ് ലുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ലൈറ്റ് ഷെയ്ഡ് ഡ്രസ്സുകൾ ഇടാനായിട്ട് ഏറ്റവും ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ആട്ടോ. അപ്പോൾ ഇപ്പോൾ എന്നോട് ആരും ചോദിച്ചായിരുന്നു ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഏതാണ്. ഫേവറേറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയാനായിട്ട് ഞാൻ കമൻറ്റ് ബോക്സിലാട്ടോ ഈ മെസ്സേജ് കണ്ടു തന്നേരം ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. എനിക്ക് തോന്നണത് കൊടുത്തെന്ന് കേട്ടോ എനിക്ക് തോന്നണത്. എനിക്കിപ്പോൾ ഓരോ സിറ്റുവേഷനിൽ ഓരോ ലിപ്സ്റ്റിക് എന്നുള്ള സീനാണ്. അല്ലാതെ എനിക്കിപ്പം പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാനില്ല. പക്ഷേ എനിക്ക് എത്ര ഇട്ടാലും മടുക്കാത്തത് ഈ ഷെയ്ഡാണ്. ഇതിൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ലച്ചേ റേഞ്ച്. അതിൽ 19 ബ്ലഷ് റെഡ് 19 ഷെയ്ഡ് നമ്പർ ബ്ലഷ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ നൈക്കയിൽ മേടിച്ചത്. എനിക്ക് തോന്നുന്നു നൈക്കിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഒരു സെയിൽ കഴിഞ്ഞാൽ എല്ലാം സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ പ്രോബ്ലം ഇന്ന് കിട്ടും. എന്നെ കാണാൻ വേണ്ടിയിട്ട് പ്രാന്തിയെ പോലെ ഉണ്ട്. കാരണം ഈ കണ്ണുറന്ന അടുത്ത് തന്നെ എണ്ണിച്ചത് വീഡിയോ ചെയ്യണതാണ്. കാരണം ലേറ്റായി അപ്പം പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗീസ്, അതുകൊണ്ടാണ് അത്. അപ്പം അതാണ് അത്. പിന്നെ വേറെ എന്തൊക്കെയാണ്, പിന്നെ ഐശാനെ ചോദിക്കണ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് കുശും വേണം. അവളോട് പറഞ്ഞിട്ട് ഓടിക്കോളം പറഞ്ഞിട്ട് ഈ അവളെ ഒരു വീഡിയോ എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണാറുണ്ട്. അവളോട് പറയലുണ്ടെങ്കിൽ അവൾ കാണാറുണ്ട് തോന്നുന്നുട്ടാ. നിങ്ങൾ അവൾ ഭയങ്കര കാമാണ്, ക്വയറ്റാണ്, ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറയുന്നത്. ഞാൻ എപ്പോഴും അവളോട് പറയാനായിട്ട് ശ്രമിക്കുള്ളൂ. ഭയങ്കര സുന്ദരിയാണ്. പക്ഷേ
പക്ഷെ ക്യാമറയ്ക്കകത്തോട്ട് വരുമ്പോഴത്തേക്കൊക്കെ അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്തോട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യും. കാരണം ഹൈപ്പിൻ്റെ ആവശ്യമില്ല, പുള്ളിക്കാരി എത്ര സുന്ദരിയാണ് കാണാൻ വേണ്ടി. നേരിട്ടും ഭയങ്കര സുന്ദരിയാണ്, ക്യാമറയ്ക്കകത്ത് അതിൽ സുന്ദരിയാണ്, എല്ലാത്തേക്കും സുന്ദരിയാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര അവർക്കും ഭയങ്കര ഹാപ്പിയാണ്, എൻ്റെ കയ്യിൽ ഹാപ്പിയാണ്, എനിക്ക് അതിൽ ഹാപ്പിയാണ്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സജഷൻസൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഓക്കെ, ബൈ.